നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആക്രമണം നടത്തിയ പാക് നെഞ്ചിൽ മിന്നലാകാൻ സർജിക്കൽ സ്ട്രൈക്കുമായി ഇന്ത്യയെ തൊട്ടവരെ തീർക്കാൻ വ്യോമസേനയ്ക്ക് കർശന നിർദ്ദേശം നൽകി. ഇതോടെ ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ സുരക്ഷാ സേനയും ഭീകരരും ഏറ്റുമുട്ടുകയാണ്. ഭീകരവാദ ഗ്രൂപ്പായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ കമാൻഡറെ സൈന്യം തൂക്കിയെന്നാണ് സൂചന. 26 പേർ കൊല്ലപ്പെട്ട പകൽഗാം ആക്രമണത്തിന്റെ പിറ്റേന്നാണ് കുൽഗാമിൽ ഏറ്റുമുട്ടൽ നടത്തുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ ശാഖയായ TRF പൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. കുൽഗാമിൽ തമാങ് ഏരിയയിലാണ് സൈന്യവും ഭീകരരും ഏറ്റുമുട്ടുന്നത്. പ്രദേശം സുരക്ഷാ സേന വളഞ്ഞിരിക്കുകയാണ്. സൈനികരും CRPF ജവാന്മാരും ജമ്മു കാശ്മീർ പോലീസും പ്രദേശത്തുണ്ട്. നേരത്തെ ബാരാമുള്ളയിൽ സൈന്യവും ഭീകരരും ഏറ്റുമുട്ടിയിരുന്നു. ഇവിടെയും നിരവധി തവണ വെടിവയ്പുണ്ടായി. നേരത്തെ സൈന്യം പുറത്തുവിട്ട രേഖാചിത്രങ്ങളിൽ 3 പേരെ തിരിച്ചറിഞ്ഞിരുന്നു. ഇതുവരെ 1500ഓളം പേരെ ചോദ്യം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. പകൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരവാദികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ ആകെ പേടിച്ചു വിരണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രത്യാക്രമണം ഭയന്ന് വ്യോമസേനയെ അതീവ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. മുമ്പ് നരേന്ദ്രമോദി സർക്കാർ പാകിസ്ഥാനെതിരെ 2 വലിയ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിരുന്നു. 2016 പാക് അധീന കാശ്മീരിലും 2019 ബാലാകോട്ടിലും തീവ്രവാദ ലോഞ്ച് പാഡുകൾക്കെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. പകൽഗാം ഭീകരാക്രമണത്തിന് പകരം വീട്ടാൻ ഇന്ത്യ ഉറച്ചിറങ്ങിയിരിക്കുകയാണ്. അതിർത്തി ഗ്രാമങ്ങൾ ഒഴിപ്പിക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ ജെറ്റ് വിമാനങ്ങൾ സജ്ജരാക്കി കഴിഞ്ഞു. സൈന്യവും ISAയും അതീവ ജാഗ്രതയിലാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം വെടിവയ്പ് നടത്തിയ ആസിഫ് ഫൗജാൻ മുൻ പാക് സൈനികനെന്നാണ് റിപ്പോർട്ടുകൾ. ഇയാളെ കൂടാതെ സുലൈമാൻ ഷാ, അബു തൽഹ എന്നിവരും ആക്രമണത്തിൽ പങ്കാളികളാണെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 27 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ അനുശോചനം പാകിസ്ഥാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനന്ത്നാഗ് ജില്ലയിലുണ്ടായ ആക്രമണത്തിൽ വിനോദസഞ്ചാരികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾ ആശങ്കാകുലരാണ് എന്നാണ് അവരുടെ പക്ഷം. മരിച്ചവരുടെ അടുത്തവരോട് ഞങ്ങൾ അനുശോചനം അറിയിക്കുന്നു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നുമാണ് പാകിസ്ഥാൻ വ്യക്തമാക്കിയത്. എന്തായാലും അതിനു പിന്നിലെ ലക്ഷ്യം വ്യക്തമല്ല. ആക്രമണം അഴിച്ചുവിട്ട ശേഷം എന്തിന് പാകിസ്ഥാൻ സഹതപിക്കുന്നു? നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.